നമസ്കാരം. ഈ വാർത്താ ദിനത്തിൽ ഇതുവരെ വന്ന വാർത്തകൾ സമഗ്രമായി പരിശോധിക്കാം. വാർത്താ സന്ധ്യ ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യ വാർത്തയിലേക്ക്. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല VC നിയമനത്തിലെ ഒത്തുതീർപ്പിന് പിന്നാലെ കേരള സർവകലാശാലയിൽ ഗവർണർക്ക് കീഴടങ്ങി സർക്കാർ. സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാറിനെ മാറ്റി സർക്കാർ ഉത്തരവിറക്കി. ഭാരതാംബ വിവാദത്തിൽ സസ്പെൻഡ് ചെയ്ത ഡോക്ടർ KS അനിൽകുമാറിനെ പിന്തുണച്ച സർക്കാരും പ്രതിരോധമൊരുക്കി ഇടത് സംഘടനകളും രംഗത്ത് വന്നിരുന്നു. ഡോക്ടർ സിസ തോമസിനെ കേരള സാങ്കേതിക സർവകലാശാലയിൽ VC ആയി നിയമിച്ചതിനു പിന്നാലെയാണ് കേരള സർവകലാശാലയിലും സർക്കാരിന്റെ കീഴടങ്ങൽ. രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാറിനെ സ്ഥലം മാറ്റി സർക്കാർ ഉത്തരവിറക്കി. ഇനി രജിസ്ട്രാർ സ്ഥാനത്ത് തുടരാൻ താൽപര്യമില്ലെന്നും തന്നെ മാതൃസ്ഥാപനത്തിലേക്ക് മടങ്ങിപ്പോകാൻ അനുവദിക്കണമെന്നും അനിൽകുമാർ ആവശ്യപ്പെട്ടതായി ഉത്തരവിൽ പറയുന്നു. ഇതുപ്രകാരമാണ് ഡോക്ടർ അനിൽകുമാറിനെ തിരികെ DB കോളേജിലേക്ക് പ്രവേശിപ്പിച്ച് ഉത്തരവായത്. ശാസ്താംകോട്ട DB കോളേജിലെ പ്രിൻസിപ്പളായിരുന്നപ്പോഴാണ് ഡോക്ടർ KS അനിൽകുമാറിനെ ഡെപ്യൂട്ടേഷൻ അടിസ്ഥാനത്തിൽ രജിസ്ട്രാറായി നിയമിച്ചത്. പിന്നീട് പുനർനിയമനവും നൽകി. ഇക്കഴിഞ്ഞ ജൂലൈയിലാണ് കാവിക്കൊടിയേന്തി ഭാരതാംബ വിവാദത്തിന്റെ പേരിൽ ഡോക്ടർ KS അനിൽകുമാറിനെ രജിസ്ട്രാർ സ്ഥാനത്ത് നിന്ന് സസ്പെൻഡ് ചെയ്തത്. പിന്നാലെ വലിയ പ്രതിഷേധങ്ങളും നിയമ പോരാട്ടങ്ങളും നടന്നു. സർക്കാരും ഇടത് സംഘടനകളും അനിൽകുമാറിനൊപ്പം നിന്നപ്പോൾ ചാൻസലർ VC മോഹനൻ കുന്നുമേലിനെ പിന്തുണച്ചു. ഒടുവിൽ നടന്ന സിൻഡിക്കേറ്റ് യോഗത്തിലും തീരുമാനമാകാത്തതിനാൽ അനിൽകുമാർ സസ്പെൻഷനിൽ തുടരുകയായിരുന്നു. വിഷയത്തിൽ പ്രതികരിക്കാൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയോ ഡോക്ടർ KS അനിൽകുമാറോ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളോ തയ്യാറായില്ല. 24 തിരുവനന്തപുരം. സമരം ചെയ്തും കേസ് നടത്തിയും എതിരിട്ട ഡോക്ടർ സിസ തോമസിനെ സാങ്കേതിക സർവകലാശാലയുടെ വൈസ് ചാൻസലറായി നിയമിച്ചതിൽ CPIM-ലും SFI-ലും എതിർപ്പ്. ശക്തിയായി എതിർത്തയാളെ തന്നെ ഗവർണറുടെ സമ്മർദ്ദത്തിന് വഴങ്ങി VC ആയി നിയമിച്ചതാണ് എതിർപ്പിന് കാരണമായത്. CPIM BJP അന്തർധാരയുടെ തെളിവാണ് VC നിയമനത്തിലെ ഒത്തുതീർപ്പ് എന്നാണ് കോൺഗ്രസ് വിമർശനം. ഇതിനിടെ VC നിയമനത്തിലെ സമവായം ചാൻസലറായ ഗവർണർ രേഖാമൂലം സുപ്രീം കോടതിയെ അറിയിച്ചു. സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാല VC നിയമനത്തിൽ സർക്കാരും ഗവർണറും ഒത്തുതീർപ്പിലെത്തിയതും ഡോക്ടർ സിസ തോമസിനെ സാങ്കേതിക സർവകലാശാല VC ആയി നിയമിച്ചതും CPIM നേതാക്കളും DYFI SFI നേതാക്കളും ഞെട്ടലോടെയാണ് കേട്ടത്. സിസയെ താൽക്കാലിക VC ആയി നിയമിച്ചപ്പോൾ മുതൽ സാങ്കേതിക സർവകലാശാലയിൽ സമരവേലിയേറ്റമായിരുന്നു. നഖശികാന്തം എതിർത്ത സിസ തോമസിനെ വീണ്ടും VC ആക്കിയതോടെ മുഖം നഷ്ടപ്പെട്ട നിലയിലാണ് CPIM-ഉം യുവജന വിദ്യാർത്ഥി സംഘടനകളും. എന്തിനായിരുന്നു സമരമെന്ന ചോദ്യമാണ് പാർട്ടിയെയും പോഷക സംഘടനകളെയും വേട്ടയാടുന്നത്. VC നിയമനത്തിലെ ഒത്തുതീർപ്പ് CPIM BJP ധാരണയുടെ തെളിവാണെന്നാണ് ആക്ഷേപം. സാങ്കേതിക സർവകലാശാലയും ഡിജിറ്റൽ സർവകലാശാലയും വൈസ് ചാൻസലർമാർക്കെതിരായിട്ട് മുഖ്യമന്ത്രിയും ഗവർണറും കൊടുത്ത പരാതികൾ, ആരോപണങ്ങൾ എന്തുകൊണ്ട് ഇത് ആവിയായിപ്പോയി? അതൊക്കെ മോളിന്ന് ഡയറക്ഷൻ കിട്ടിയിട്ടുണ്ടാവുമല്ലേ ഇത് തീർക്കാൻ? ഇതെങ്ങനെയും തീർക്കാൻ സുപ്രീം കോടതിയുടെ മുമ്പിൽ വീണ്ടും പോകുന്നതിന് മുമ്പേ ഇത് ക്ലിയർ അല്ലേ? ഇത് ക്ലിയറാണ് അന്തർധാര. ഒത്തുതീർപ്പ് രാഷ്ട്രീയം വിവാദമാക്കുന്നതിൽ CPIM-ന് ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ തർക്കം തീർക്കാൻ വിട്ടുവീഴ്ച ചെയ്തു എന്നാണ് ഭാഷ്യം. വളരെയധികം അനുഭവ സമ്പത്തും പക്വതയും ഒക്കെയുള്ള രണ്ടുപേര് തമ്മിലാണല്ലോ സംസാരിച്ച് ധാരണയിലെത്തിയിട്ടുള്ളത്. അപ്പോൾ അത് സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ആശയക്കുഴപ്പമോ സംശയങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അവരോട് തന്നെ ചോദിക്കുന്നതാവും ഉചിതം. ഗവർണറുടെ താൽപര്യപ്രകാരം സാങ്കേതിക സർവകലാശാലയുടെ സ്ഥിരം VC ആയി നിയമിക്കപ്പെട്ട ഡോക്ടർ സിസ തോമസ് ചുമതലയേറ്റു. VC നിയമനത്തിലെ സമവായം ചാൻസലറായ ഗവർണർ സുപ്രീം കോടതിയെ അറിയിച്ച് സത്യവാങ്മൂലം നൽകി. വൈസ് ചാൻസലറായി ഡോക്ടർ സിസ തോമസിനെയും ഡോക്ടർ സജി ഗോപിനാഥിനെയും നിയമിച്ച ഉത്തരവ് കൈമാറി. 24 തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ള പരാമർശിക്കുന്ന പാരഡി ഗാനത്തിനെതിരെ പരാതി നൽകാൻ CPIM. ഗുരുതര ചട്ടലംഘനമെന്ന് ചൂണ്ടിക്കാട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകാനാണ് നീക്കം. പാരഡി ഗാനത്തിനെതിരെ പോലീസിന് ലഭിച്ച പരാതിയിൽ പ്രാഥമിക അന്വേഷണത്തിന് സൈബർ SP-യെ ചുമതലപ്പെടുത്തി. വിവാദത്തിൽ രാഷ്ട്രീയ വാക്പോരും മുറുകുകയാണ്. തിരുവാഭരണ പാത സംരക്ഷണ സമിതി ജനറൽ സെക്രട്ടറി പ്രസാദ് കുഴിക്കാല നൽകിയ പരാതിയിൽ നിയമോപദേശം തേടിയ ശേഷം കേസെടുക്കാനുള്ള നീക്കത്തിലാണ് പോലീസ്. പാരഡി ഗാനത്തിനെതിരെ സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയിൽ അന്വേഷണം തുടങ്ങി. ഇതിനിടെയാണ് പാരഡി ഗാനത്തിനെതിരെ CPIM പരാതിയുമായി നീങ്ങുന്നത്. ചട്ടലംഘനം ചൂണ്ടിക്കാട്ടി തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്ന് CPIM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം. തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടത്തിന്റെ കടുത്ത ലംഘനമാണ്. ഒരു കാരണവശാലും മതസ്ഥാപനങ്ങൾ, ദൈവങ്ങൾ, മതപരമായ ചടങ്ങുകൾ തുടങ്ങിയവയൊന്നും തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് ഉപയോഗിക്കാൻ പാടില്ല. പരാതിയുമായി പോകുന്നത് പാരഡിയേക്കാൾ വലിയ കോമഡിയാണെന്നാണ് കോൺഗ്രസ് പരിഹാസം. പാട്ടിനെ പേടിക്കുന്ന പാർട്ടിയായി CPIM മാറിയോ എന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് PC വിഷ്ണുനാഥ്. ഒരു പാരഡി പാട്ടിനെതിരെ പരാതിയുമായി പോകുന്നത് അത് പാരഡിയേക്കാൾ വലിയ കോമഡിയാണ്. ആ കോമഡിയിലേക്കാണ് ഇപ്പോൾ
CPM എത്തിയിരിക്കുന്നത്. CPIM-ന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം സംബന്ധിച്ച നിലപാടുകളിൽ ഇരട്ടത്താപ്പുണ്ടെന്ന വിമർശനവും പ്രതിപക്ഷം ഉയർത്തുന്നു. ഇതിനിടെ പരാതി നൽകിയ പ്രസാദ് കുഴിക്കാലയെ തള്ളി തിരുവാഭരണ പാത സംരക്ഷണ സമിതി ചെയർമാൻ കെ ഹരിദാസ് രംഗത്തെത്തി. കേസ് വന്നാൽ നിയമപരമായി നേരിടുമെന്ന് ഗാനമാലപിച്ച ഡാനിഷ് മുഹമ്മദ് പ്രതികരിച്ചു. 24 പത്തനംതിട്ട. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ വീണ്ടും അറസ്റ്റ്. മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എസ് ശ്രീകുമാറിനെയാണ് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. എസ് ശ്രീകുമാറിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ഇതിനിടെ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണ രേഖകൾ ആവശ്യപ്പെട്ട ED ഹർജിയിൽ കൊല്ലം വിജിലൻസ് കോടതി മറ്റന്നാൾ വിധി പറയും. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ അറസ്റ്റ്. മുൻ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എസ് ശ്രീകുമാറിനെ SIT ഓഫീസിലേക്ക് വിളിച്ചുവരുത്തിയായിരുന്നു അറസ്റ്റ് നടപടി. എസ് ശ്രീകുമാറിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയതിനെ തുടർന്നാണ് നടപടി. 2019 ശബരിമലയിൽ നിന്ന് സ്വർണ്ണപ്പാളി പുറത്തേക്ക് കൊണ്ടുപോകുമ്പോഴും തിരികെ കൊണ്ടുവരുമ്പോഴും ശ്രീകുമാറായിരുന്നു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ. ക്രമക്കേടിൽ ശ്രീകുമാറിനും പങ്കുണ്ടെന്നാണ് SITയുടെ നിഗമനം. എന്നാൽ മേലുദ്യോഗസ്ഥരുടെ നിർദ്ദേശമനുസരിച്ച് ഫയൽ നീക്കുക മാത്രമാണ് ചെയ്തതെന്നായിരുന്നു ശ്രീകുമാറിന്റെ വാദം. എസ് ശ്രീകുമാറിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. കേസിൽ നിലവിലെ പ്രതികളിൽ മുൻ ദേവസ്വം സെക്രട്ടറി S ജയശ്രീയെ മാത്രമാണ് ഇനി അറസ്റ്റ് ചെയ്യാനുള്ളത്. ഹൈക്കോടതി തള്ളിയതിനെ തുടർന്ന് മുൻകൂർ ജാമ്യം തേടി ജയശ്രീ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. അതേസമയം സ്വർണ്ണക്കൊള്ളയിൽ FIR-ഉം അന്വേഷണ രേഖകളും ആവശ്യപ്പെട്ട ED നൽകിയ ഹർജിയിൽ കൊല്ലം വിജിലൻസ് കോടതി മറ്റന്നാൾ വിധി പറയും. 24 തിരുവനന്തപുരം. ബാർക്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട 24 വാർത്തയിൽ കേന്ദ്ര സർക്കാരിന്റെ നിർണായക ഇടപെടൽ. സംസ്ഥാന പോലീസ് മേധാവിയിൽ നിന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം റിപ്പോർട്ട് തേടി. ലോക്സഭയിൽ K സുധാകരൻ, ഡീൻ കുര്യാക്കോസ് എന്നിവരുടെ ചോദ്യങ്ങൾക്കാണ് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ സഹമന്ത്രി ഡോക്ടർ L മുരുകന്റെ മറുപടി. കോടികൾ വാങ്ങി ബാർക്ക് റേറ്റിംഗ് അട്ടിമറിക്കുന്ന സംഘത്തെക്കുറിച്ച് അന്വേഷണം വേണമെന്ന് K സുധാകരൻ MP 24നോട് പറഞ്ഞു. ബാർക്ക് റേറ്റിംഗിൽ അട്ടിമറി നടത്താൻ കേരളത്തിലെ ഒരു ചാനലുടമയും ബാർക്ക് ജീവനക്കാരനും തമ്മിൽ നടത്തിയ ഇടപാട് പുറത്തുകൊണ്ടുവന്ന 24ന്റെ ഓപ്പറേഷൻ സത്യയിലാണ് കേന്ദ്ര സർക്കാരിന്റെ നിർണായക ഇടപെടൽ. സംസ്ഥാന പോലീസ് മേധാവിയിൽ നിന്നും കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം റിപ്പോർട്ട് തേടി. FIR-ൽ സ്വീകരിച്ച നടപടികളുടെ വിശദാംശങ്ങൾ ഉൾപ്പെടെ അറിയിക്കാനാണ് നിർദ്ദേശം. MP-മാരായ K സുധാകരൻ, ഡീൻ കുര്യാക്കോസ് എന്നിവരുടെ ചോദ്യങ്ങൾക്ക് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ സഹമന്ത്രി ഡോക്ടർ L മുരുകൻ രേഖാമൂലം നൽകിയ മറുപടിയിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. ചാനൽ ഉടമയുടെ അക്കൗണ്ടിൽ നിന്നും ബാർക്ക് ഉദ്യോഗസ്ഥന്റെ വാലറ്റിലെത്തിയ കോടികൾ എവിടെ നിന്നാണെന്ന് കണ്ടെത്തണമെന്ന് K സുധാകരൻ MP. ഇങ്ങനെ പണം വന്ന് കുമിഞ്ഞു കൂടുമ്പോൾ അത് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്തം ഡിപ്പാർട്ട്മെന്റിനില്ലേ? അതേ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. അത് അന്വേഷിക്കണം. ആ പണം നേരെ ചൊവ്വേ വന്ന പണമല്ല, അതൊരു അഴിമതി പണമാണ്. റേറ്റിംഗ് തട്ടിപ്പ് സംബന്ധിച്ച് 24 വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതായി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം അറിയിച്ചു. സംവിധാനത്തിന്റെ വിശ്വാസ്യതയും സമഗ്രതയും ഉറപ്പാക്കുന്നതിനായി സാഹചര്യങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുവെന്നും കേന്ദ്ര സർക്കാർ ലോക്സഭയെ അറിയിച്ചു. 24 ഡൽഹി. പ്രതിപക്ഷത്തിന്റെ കടുത്ത എതിർപ്പിനിടെ ഇന്നലെ അവതരിപ്പിച്ച VBG റാംജി ബില്ലിൽ ലോക്സഭയിൽ ഇന്ന് രാത്രി 10 മണിവരെ ചർച്ച. മഹാത്മാഗാന്ധിയുടെ സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള ബില്ലെന്നാണ് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ചർച്ചയ്ക്ക് തുടക്കമിട്ട് പറഞ്ഞത്. ബിൽ സംയുക്ത പാർലമെന്ററി സമിതിയുടെ പരിഗണനയ്ക്ക് വിട്ടേക്കും. ബില്ലിനെതിരെ രാജ്യവ്യാപക പ്രതിഷേധത്തിലാണ് കോൺഗ്രസ്. ഇന്നലെ അവതരിപ്പിച്ച ആണവോർജ്ജ ബിൽ ലോക്സഭ പാസാക്കി. പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഇന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ അതിജീവിതയുടെ പരാതിയിൽ 2ാം പ്രതി മാർട്ടിനെതിരെ കേസെടുക്കാൻ പോലീസ്. അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തിയും അധിക്ഷേപിച്ചുമുള്ള മാർട്ടിന്റെ വീഡിയോയിലാണ് നടപടി. തനിക്കെതിരെയുള്ള സൈബർ ആക്രമണം അതിജീവിത മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. കേസിൽ പോരാട്ടം തുടരാൻ തീരുമാനിച്ച സാഹചര്യത്തിലാണ് അതിജീവിതയും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിലുള്ള കൂടിക്കാഴ്ച. ഒപ്പമുണ്ടാകുമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ ഉറപ്പ്. പിന്നാലെയാണ് നടി നൽകിയ സൈബർ അധിക്ഷേപ പരാതിയിൽ പോലീസ് നടപടി. ബുധനാഴ്ചയോടെ FIR രജിസ്റ്റർ ചെയ്ത് പ്രതികളുടെ അറസ്റ്റ് നടപടികളിലേക്ക് പോലീസ് കടക്കും. അതിജീവിതയെ അധിക്ഷേപിച്ചവരുടെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകൾ പോലീസ് പരിശോധിക്കുകയാണ്. തന്റെ പേര് വെളിപ്പെടുത്തി തെറ്റായ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ച ദൃശ്യം മനഃപൂർവ്വം പ്രചരിപ്പിച്ചെന്നാണ് അതിജീവിതയുടെ പരാതി. നടിയെ ആക്രമിച്ച കേസിൽ വിധി വന്നതിന് പിന്നാലെയാണ് ഈ വീഡിയോ വ്യാപകമായി പ്രചരിക്കുന്നത്. കേസിന്റെ വിചാരണ കാലയളവിൽ മാർട്ടിൻ ജാമ്യത്തിലിറങ്ങിയപ്പോഴാണ് വീഡിയോ ചിത്രീകരിച്ചത്. വിചാരണ കോടതി തള്ളിയ വാദങ്ങളാണ് ഈ വീഡിയോയുടെ ഉള്ളടക്കം. കേസിൽ മാർട്ടിൻ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി കോടതി 20 വർഷ കഠിന തടവ് ശിക്ഷിച്ചിരുന്നു. 24 തിരുവനന്തപുരം. പണം വാങ്ങി തടവുകാർക്ക് അനധികൃതമായി സൗകര്യങ്ങൾ ചെയ്തുവെന്ന കണ്ടെത്തലിൽ ജയിൽ DIG MK വിനോദ് കുമാറിനെതിരെ വിജിലൻസ് കേസ്.
MK വിനോദ് കുമാറിന്റെ അക്കൗണ്ടിലേക്ക് പണം എത്തിയതിനുള്ള തെളിവുകൾ വിജിലൻസിന് ലഭിച്ചു. പരോൾ അനുവദിക്കാനായി 1,80,000 രൂപ കൈക്കൂലി വാങ്ങിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്തത്. ജയിലിനുള്ളിൽ പ്രത്യേക സൗകര്യങ്ങൾ ഏർപ്പെടുത്തി നൽകുന്നതായും തടവ് പുള്ളികളുടെ പരോളിനായി കൈക്കൂലി വാങ്ങുന്നതായും DIG MK വിനോദ് കുമാറിനെതിരെ പരാതി ഉയർന്നിരുന്നു. ഇതു സംബന്ധിച്ച് ഇന്റലിജൻസ് ആണ് വിജിലൻസിന് വിവരങ്ങൾ കൈമാറിയത്. ഗൂഗിൾ പേ വഴിയും അല്ലാതെയുമായിരുന്നു പണമിടപാട്. വിയൂർ ജയിലിലെ വിരമിച്ച ഉദ്യോഗസ്ഥനാണ് DIGയുടെ ഏജന്റ്. പണം വാങ്ങുന്നത് ഈ ഉദ്യോഗസ്ഥൻ വഴിയാണ്. സ്ഥലം മാറ്റത്തിനും ഉദ്യോഗസ്ഥരിൽ നിന്നും DIG പണം വാങ്ങിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട്. DIG വിനോദ് കുമാറിനെതിരെ അനധികൃത സ്വത്ത് സമ്പാദനത്തിലും അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. വിജിലൻസ് ഡയറക്ടർ മനോജ് എബ്രഹാം നേതൃത്വം നൽകുന്ന തിരുവനന്തപുരം സ്പെഷ്യൽ യൂണിറ്റാണ് MK വിനോദ് കുമാറിനെതിരെ അന്വേഷണം നടത്തുന്നത്. കേസെടുത്ത പശ്ചാത്തലത്തിൽ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ആഭ്യന്തര വകുപ്പിന് വിജിലൻസ് ശുപാർശ നൽകും. 24 തിരുവനന്തപുരം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങാൻ മന്ത്രിമാർക്ക് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശം. തെരഞ്ഞെടുപ്പിന് മുൻപ് വകുപ്പുകൾക്ക് കീഴിൽ നടക്കുന്ന വികസന പദ്ധതികൾ പൂർത്തിയാക്കണമെന്നാണ് മുഖ്യമന്ത്രി മന്ത്രിസഭാ യോഗത്തിൽ നൽകിയ നിർദ്ദേശം. ജില്ലകളിലെ പൊതുവികസന പദ്ധതികളുടെ പൂർത്തീകരണത്തിനും മന്ത്രിമാർ പ്രത്യേക ഇടപെടൽ നടത്തണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. 24 എക്സ്ക്ലൂസീവ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയുടെ പശ്ചാത്തലത്തിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ തന്നെ തുടങ്ങാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് നേരത്തെ പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ടെന്ന കണക്കൂട്ടലാണ് വകുപ്പുകൾക്ക് കീഴിലുള്ള വികസന പദ്ധതികൾ 2 മാസത്തിനകം പൂർത്തിയാക്കണമെന്ന് നിർദ്ദേശിച്ചത്. പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ മന്ത്രിമാർ നേരിട്ട് മേൽനോട്ടം നടത്തണമെന്നാണ് മുഖ്യമന്ത്രി മന്ത്രിസഭാ യോഗത്തിൽ വെച്ച് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ജില്ലകളുടെ ചുമതലയുള്ള മന്ത്രിമാർ അവരവരുടെ ജില്ലകളിലെ വികസന പദ്ധതികളും ഫെബ്രുവരിക്കകം പൂർത്തിയാക്കാൻ പ്രത്യേക ഇടപെടൽ നടത്തണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഉദ്ഘാടനം ചെയ്യുന്നതിനും വികസന നേട്ടമായി അവതരിപ്പിക്കുന്നതിനും വേണ്ടിയാണ് ഈ തയ്യാറെടുപ്പുകൾ. ഔഷധി ജീവനക്കാരുടെ പെൻഷൻ പ്രായം 58 വയസ്സിൽ നിന്ന് 60 വയസ്സായി ഉയർത്താൻ മന്ത്രിസഭ തീരുമാനിച്ചു. തലശ്ശേരിയിലെ മലബാർ ക്യാൻസർ സെന്റർ ജീവനക്കാർക്ക് പെൻഷൻ പദ്ധതിയും തീരുമാനിച്ചിട്ടുണ്ട്. LICയുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുക. IMG ഡയറക്ടറായിരുന്ന K ജയകുമാറിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി നിയമിച്ചതിനെതിരെ B അശോക് ഹർജി നൽകിയ വിഷയം മന്ത്രിസഭാ യോഗത്തിൽ പരാമർശിക്കപ്പെട്ടു. എന്നാൽ ഇക്കാര്യത്തിൽ നടപടിയോ തീരുമാനങ്ങളോ ഇല്ല. 24 തിരുവനന്തപുരം. പാലക്കാട് നഗരസഭയിൽ BJPയെ അധികാരത്തിൽ നിന്ന് താഴെയിറക്കാൻ എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറെന്ന് മുസ്ലിം ലീഗ്. കോൺഗ്രസും CPIMുമാണ് വിഷയത്തിൽ തീരുമാനമെടുക്കേണ്ടത്. ഇരുവരെയും ഒരുമിപ്പിച്ച് ഒരു മേശയ്ക്ക് ചുറ്റും ഇരിക്കണമെങ്കിൽ അതിനും മുസ്ലിം ലീഗ് തയ്യാറാണ് എന്ന് ജില്ലാ അധ്യക്ഷനും UDF ചെയർമാനുമായ മരക്കാർ മാരായമംഗലം പറഞ്ഞു. പാലക്കാട് നഗരസഭയിൽ BJPയെ അധികാരത്തിൽ നിന്നും താഴെയിറക്കണമെങ്കിൽ LDFും UDFും ചേർന്ന് സ്വതന്ത്രനെ പിന്തുണയ്ക്കണം. ഇതോടെയാണ് നിലപാട് വ്യക്തമാക്കി ലീഗ് രംഗത്തെത്തിയത്. BJPയെ താഴെയിറക്കാൻ അത്തരമൊരു സഖ്യസാധ്യത വേണ്ടി വന്നാൽ തയ്യാറാണ്. കോൺഗ്രസുമായി വിഷയം സംസാരിച്ചിട്ടുണ്ട്. ഇരുവരെയും കൂട്ടി ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് ചർച്ച ചെയ്യണമെങ്കിൽ അതിനും മുസ്ലിം ലീഗ് തയ്യാറാണെന്ന് മരക്കാർ മാരായമംഗലം പറഞ്ഞു. കഴിഞ്ഞ 10 വർഷക്കാലമായി പാലക്കാട് നഗരത്തിലുള്ള ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് അറുതി വരുത്താൻ യാതൊരു വികസനവും നടത്താൻ കഴിയാത്ത ഒരു ഭരണസമിതിയാണ് BJPയുടേത്. അതുകൊണ്ട് ഈ ഭരണസമിതിയെ താഴെ ഇറക്കുക എന്നുള്ളതാണ് UDFിന്റെ ലക്ഷ്യം. BJPയെ മാറ്റി നിർത്തുക എന്നത് തന്നെയാണ് കോൺഗ്രസിന്റെ ലക്ഷ്യമെന്നും എന്നാൽ സഖ്യസാധ്യത കോൺഗ്രസിന്റെ ജില്ലാ നേതൃത്വം തീരുമാനിക്കട്ടെ എന്നും KPCC വർക്കിംഗ് പ്രസിഡന്റ് AP അനിൽകുമാർ. BJPയെ പരമാവധി മാറ്റി നിർത്തുക എന്നുള്ള സമീപനമാണ് കോൺഗ്രസിനുള്ളത്. KPCC അത്തരം കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല. പ്രാദേശികമായിട്ടുള്ള അത്തരം കാര്യങ്ങൾ അത് ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വമാണ് ആലോചിച്ച് തീരുമാനമെടുക്കേണ്ടത്. എന്നാൽ കൃത്യമായി നിലപാട് പറയാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് കോൺഗ്രസ് ജില്ലാ നേതൃത്വം. നേതാക്കളുമായി കൂടിയാലോചിച്ച് മറുപടി പറയാമെന്ന് DCC പ്രസിഡന്റ് A തങ്കപ്പൻ. മാർഗം നമ്മുടെ പ്രവർത്തകർക്കും അതുപോലെ തന്നെ പാർട്ടിക്കും മുന്നണിക്കൊക്കെ ദോഷമില്ലാത്ത രീതിയിലാണെങ്കിൽ നമുക്ക് ആലോചിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അങ്ങനെ അതിനെക്കുറിച്ചിട്ട് ഇപ്പോൾ നമ്മുടെ നേതാക്കന്മാരുമായിട്ട് ആലോചിക്കുന്നേ ഉള്ളൂ. ഇപ്പോൾ ആലോചിച്ചിട്ടില്ല. അങ്ങനെ ഒരു ഘട്ടം വരുമ്പോഴല്ലേ ആ തീരുമാനം എടുക്കേണ്ടതുള്ളൂ. ആലോചനകൾക്ക് ശേഷം മാത്രമാകും LDFന്റെയും തീരുമാനം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFന്റെ വലിയ മുന്നേറ്റത്തിന് നിർണായകമായത് ലീഗിന്റെ പിന്തുണയാണെന്നും ലീഗ് ഉണ്ടാക്കിയ മുന്നേറ്റം വലുതാണെന്നും അവകാശപ്പെട്ട ജില്ലാ നേതൃത്വം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയസാധ്യതയുള്ള സീറ്റ് നൽകണമെന്ന ആവശ്യവും ഉന്നയിച്ചു. നിലവിൽ മണ്ണാർക്കാട്, കോങ്ങാട് മണ്ഡലങ്ങളിലാണ് ലീഗ് മത്സരിക്കുന്നത്. 24 പാലക്കാട്. തപാൽ വകുപ്പിന്റെ തിരുവനന്തപുരം മേഖലാ ആസ്ഥാനത്തെ ക്രിസ്മസ് ആഘോഷത്തിൽ ഗണഗീതം ആലപിക്കണമെന്ന വിചിത്ര ആവശ്യവുമായി BMS. ഇത് വിവാദമായതോടെ നാളെ നടത്താനിരുന്ന ആഘോഷം തന്നെ തപാൽ വകുപ്പ് വേണ്ടെന്ന് വെച്ചു. ക്രിസ്മസ് ആഘോഷത്തിൽ കരോൾ ഗാനത്തിനൊപ്പം ഗണഗീതവും ആലപിക്കണമെന്നാണ് BMSന്റെ ആവശ്യം. ഭാരതീയ പോസ്റ്റൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസേഴ്സ് എംപ്ലോയീസ് യൂണിയനാണ് ഈ ആവശ്യം ഉന്നയിച്ച് കത്ത് നൽകിയത്. ഡയറക്ടർ ഓഫ് പോസ്റ്റൽ സർവീസ് കേരള സർക്കിളിനാണ് കത്ത് നൽകിയത്.
ആവശ്യം വിവാദമായതോടെ പരിപാടി പോസ്റ്റൽ വകുപ്പ് തന്നെ റദ്ദാക്കി. BMS യൂണിയനിലെ വനിതാ ജീവനക്കാരിയെ കരോൾ ഗാന സംഘത്തിൽ നിന്ന് ഒഴിവാക്കിയതിനാലാണ് ഗണഗീത ആവശ്യം മുന്നോട്ട് വെച്ചതെന്നാണ് BMSന്റെ വിശദീകരണം. ദേശഭക്തി ഗാനം പാടുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ട് എന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ലല്ലേ. അല്ലാതെ ഇതൊരു RSSന്റെ ഗണഗീതമാണ് എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ അതിൽ ഇൻക്ലൂഡ് ചെയ്തതോ അങ്ങനെ ഒരു രാഷ്ട്രീയ ചിന്തയോടും ചെയ്തതല്ല. ഇത് ഞങ്ങളുടെ ജീവനക്കാരിക്ക് ഒരു വിഷമം ഉണ്ടായി. അവരെ ക്രിസ്ത്യൻ മതവിഭാഗത്തിൽപ്പെട്ട ഒരാളായിരുന്നിട്ട് കൂടി ഞങ്ങൾ BMSൽ അവർ ചേർന്നു എന്ന് പറഞ്ഞ് അവരെ ഒഴിവാക്കിയപ്പോൾ അവർക്ക് അതൊരു മാനസിക പ്രയാസം ഉണ്ടാകുകയും അതിനെ ഞങ്ങൾ അഡ്രസ്സ് ചെയ്യുകയും ചെയ്തു. BMS ആവശ്യത്തിൽ എതിർപ്പുമായി ഇടത് കോൺഗ്രസ് അനുകൂല സംഘടനകൾ രംഗത്തെത്തി. ഗണഗീതം ശാഖയിൽ പാടിയാൽ മതിയെന്നും നീക്കം യുവജനങ്ങളെ അണിനിരത്തി പ്രതിരോധിക്കുമെന്നും DYFI അറിയിച്ചു. 24 തിരുവനന്തപുരം. രാഷ്ട്രപതിയുടെ സന്ദർശനത്തിനിടെ ഹെലികോപ്റ്റർ തള്ളി വിവാദമായ പത്തനംതിട്ട പ്രമാടത്തെ ഹെലിപാഡ് പൊളിച്ചു. താത്കാലികമായി നിർമ്മിച്ച ഹെലിപാഡ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ മറ്റ് പരിപാടികൾ നടത്തുന്നതിന് വേണ്ടിയാണ് പൊളിച്ചത്. 20 ലക്ഷം രൂപ മുടക്കിയായിരുന്നു ഹെലിപാഡ് നിർമ്മാണം. ശബരിമല സന്ദർശനത്തിനെത്തിയ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ഹെലികോപ്റ്റർ ഇറക്കിയത് പത്തനംതിട്ട പ്രമാടത്തെ ഇൻഡോർ സ്റ്റേഡിയത്തിലായിരുന്നു. താൽക്കാലികമായി നിർമ്മിച്ച ഹെലിപാഡിൽ രാഷ്ട്രപതിയുടെ ഹെലികോപ്റ്ററിന്റെ ചക്രം താഴ്ന്നുപോയി. പിന്നീട് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും പോലീസും അടക്കമുള്ളവർ ചേർന്ന് ഹെലികോപ്റ്റർ തള്ളിക്കയറ്റുകയായിരുന്നു. നിർമ്മിച്ച 3 ഹെലിപാഡുകളും മറ്റൊരു പരിപാടിക്കു വേണ്ടി സ്റ്റേഡിയത്തിൽ നിന്ന് പൊളിച്ചു നീക്കി. 20 ലക്ഷം രൂപ മുടക്കിയായിരുന്നു ഹെലിപാഡ് നിർമ്മാണം. ഉച്ചയോടെ തുടങ്ങിയ പൊളിച്ചു നീക്കൽ വൈകിട്ടോടെ അവസാനിച്ചു. താൽക്കാലിക ഹെലിപാഡ് നിർമ്മിക്കാൻ 20 ലക്ഷം രൂപ ചെലവായെന്ന വിവരം പുറത്തുവന്നതോടെ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ വിമർശനവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. അതിനിടയിലാണ് 3 ഹെലിപാഡുകളും പൊളിച്ചു നീക്കിയത്. 24 പത്തനംതിട്ട. നാഷണൽ ഹെറാൾഡ് കേസിലെ കോടതി ഇടപെടലിന് പിന്നാലെ കേന്ദ്രത്തിനെതിരെ ആഞ്ഞടിച്ച കോൺഗ്രസ്. ED കുറ്റപത്രം നിലനിൽക്കില്ല എന്ന കോടതി ഉത്തരവ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും മുഖത്തേറ്റ പ്രഹരമെന്നാണ് കോൺഗ്രസ് പ്രതികരണം. കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ഇരുവരും രാജിവെക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. ശബരിമലയിൽ കേരള സദ്യ ഈ മാസം 21 മുതൽ ഒന്നിടവിട്ട ദിവസങ്ങളിലാകും സദ്യ വിളമ്പുക. അരവണ വിതരണം പുനഃക്രമീകരിച്ചു. ശബരിമല മാസ്റ്റർ പ്ലാൻ ഇടനിരക്കാരില്ലാതെ സ്പോൺസർമാരെ കണ്ടെത്തി നടപ്പിലാക്കുമെന്നും ഇത് സംബന്ധിച്ച ചർച്ചയ്ക്കായി പ്രത്യേക യോഗം നാളെ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് ചേരുമെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാർ അറിയിച്ചു. ബുക്ക് ചെയ്ത തീർത്ഥാടകരെ മാത്രമേ പുല്ലുമേട് വഴി കടത്തിവിടാൻ പാടുള്ളൂ എന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു. മണ്ഡലപൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ വിലയിരുത്താൻ സന്നിധാനത്ത് ചേർന്ന പ്രത്യേക യോഗത്തിനു ശേഷമാണ് കേരളീയ സദ്യയിലെ അനിശ്ചിതത്വങ്ങൾ നീങ്ങിയതായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാർ അറിയിച്ചത്. ഒരു ദിവസം രണ്ടും കൂടെ കൊടുക്കാനുള്ള സാഹചര്യം നോക്കില്ല. ഇന്ന് പുലാവാണെങ്കിൽ നാളെ സദ്യ, മറ്റന്നാൾ പുലാവ് എന്നുള്ളതിലേക്ക് അരവണ ഒരാൾക്ക് 20 എന്ന രീതിയിൽ നിജപ്പെടുത്തും. അടുത്ത വർഷം മുതൽ സന്നിധാനത്ത് ഉൽപ്പാദിപ്പിക്കുന്ന അരവണ നിലയ്ക്കലിലും ലഭ്യമാക്കാനാണ് ആലോചന. അക്കോമഡേഷൻ നൽകുന്ന അഡ്വാൻസ് തിരിച്ചു കിട്ടുന്നില്ലെന്ന പരാതി പരിഹരിക്കാൻ പ്രത്യേക കൗണ്ടർ ആരംഭിക്കാനും തീരുമാനമായി. ശബരിമല മാസ്റ്റർ പ്ലാനിൽ ഉടൻ നടപ്പാക്കേണ്ടവയുടെ മുൻഗണന നിശ്ചയിക്കാൻ നാളെ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് പ്രത്യേക യോഗം ചേരും. കുറേയേറെ പ്രോജക്റ്റുകൾ അടുത്ത വർഷത്തെ തീർത്ഥാടനത്തെ ഗുണകരമായി സ്വാധീനിക്കുന്ന പ്രോജക്റ്റുകളെ നമ്മളൊന്ന് മുൻഗണനാ ക്രമം നാളെ നിശ്ചയിക്കും. കാനനപാത വഴിയെത്തുന്ന തീർത്ഥാടകരുടെ എണ്ണം നിയന്ത്രിക്കും. ഇതിനായി പ്രത്യേക പാസ് സൗകര്യം ഒരുക്കും. സ്പോട്ട് ബുക്കിംഗിൽ ഇളവ് വരുത്താനാണ് തീരുമാനം. മകരവിളക്കുമായി ബന്ധപ്പെട്ട റിവ്യൂ മീറ്റിംഗ് ദേവസ്വം മന്ത്രി VN വാസവന്റെ നേതൃത്വത്തിൽ 26-ന് ചേരും. അതേസമയം സന്നിധാനത്തേക്ക് ബുക്ക് ചെയ്ത തീർത്ഥാടകരെ മാത്രമേ പുല്ലുമേട് വഴി കടത്തിവിടാവൂ എന്ന് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് നിർദ്ദേശിച്ചു. എരുമേലിയിൽ നിന്ന് കാനനപാത വഴി വരുന്നവർക്കും ബുക്കിംഗ് നിർബന്ധമാണ്. 24 സന്നിധാനം. ഇപ്പോൾ വരുന്നൊരു പ്രധാനപ്പെട്ട വാർത്ത, കിഫ്ബി മസാല ബോണ്ടിന്മേൽ മുഖ്യമന്ത്രി ഹൈക്കോടതിയിലേക്ക് എന്നുള്ളതാണ്. നോട്ടീസ് റദ്ദാക്കണം, EDയുടെ നോട്ടീസ് റദ്ദാക്കണം എന്നുള്ളതാണ് ആവശ്യം. കിഫ്ബി ചെയർമാൻ കൂടിയായ മുഖ്യമന്ത്രി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു. കിഫ്ബിയുടെ ഹർജിയിൽ നേരത്തെ നോട്ടീസിലെ തുടർ നടപടികൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തതാണ്. കിഫ്ബി ചെയർമാൻ എന്ന നിലയിൽ മുഖ്യമന്ത്രിക്ക് നോട്ടീസ് അയക്കുകയാണ്. അപ്പോൾ മുഖ്യമന്ത്രി ഇപ്പോൾ ഈ നോട്ടീസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.